രണ്ട് പെൻഡ്രൈവ്, എല്ലാം കോമ്പോണൻ്റ്, 2 HDMI, 2 AV, VG എല്ലാം ഉണ്ട്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നല്ലോ. ഇന്ന് നമ്മൾ ചെയ്യുന്ന കോൺവെക്സ് എന്ന് പറഞ്ഞ കമ്പനിയുടെ ഒരു 32 ഇഞ്ച് CL3299 GS എന്ന് പറയും. GS എന്ന് പറഞ്ഞാൽ ഗ്ലാസ് ഉള്ള മോഡലാണ്. അതിൻ്റെ ഫ്രണ്ടിലൊരു ഗറില്ല ഗ്ലാസ് ഫ്രണ്ടിൽ പാനലിൻ്റെ മേളിൽ ഒട്ടിച്ചിരിക്കുന്ന സെറ്റാണ് GS മോഡൽ. ഇത് നമ്മൾ ഒത്തിരി വിറ്റിട്ടുള്ളത്, ഒത്തിരി സർവീസ് ചെയ്തിട്ടുള്ളതായ നല്ലൊരു TV ആണ് കോൺവെക്സ്. ഇതിൻ്റെ അത്യാവശ്യം എല്ലാ പാർട്സും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. കോൺവെക്സ് എന്ന് പറഞ്ഞ കമ്പനിയുടെ ആർക്കെങ്കിലും മദർ ബോർഡോ ബാക്ക് ലൈറ്റോ എന്തെങ്കിലും റിമോട്ടോ അങ്ങനെ എന്തെല്ലാം സാധനങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ ഈ കോൺവെക്സിൻ്റെ മുഴുവൻ സാധനവും തന്നെ നമ്മുടെ കയ്യിൽ സ്റ്റോക്കുണ്ട്. ഇപ്പോൾ ഈ സെറ്റ് നമ്മൾ ഓൺ ആക്കുകയാണ്. ഈ സെറ്റ് ഓൺ ആക്കുമ്പോൾ ഇതിൻ്റെ കംപ്ലൈൻറ്റ് കാണാം. സെറ്റ് നമ്മൾ ഓണാക്കി, റിമോട്ടുണ്ടോ അവിടെ? ഇല്ലെങ്കിൽ സെറ്റ് ഓൺ ആക്കാം. ഇതാദ്യം ചുമല ലൈറ്റ് കത്തി നിൽക്കും. ഓണാക്കുമ്പോൾ അത് ആ റെഡ് ലൈറ്റ് കെട്ടുപോവാണ് സാധാരണ ചെയ്യുന്നത്. റിമോട്ട് ഉണ്ടായാലും ഈസിയാണ്. ഇതിപ്പോൾ റെഡ് കെട്ടു. ഇവിടെ കോൺവെക്സ് എന്ന് ഇത് കണ്ടോ, ആ MGയുടെ പുതിയ ഇലക്ട്രിക് വണ്ടി വരുന്ന പോലെ കോൺവെക്സ് എന്ന് ലൈറ്റ് തെളിയും. അതുപോലെ തന്നെ ഫ്രണ്ട് ലൈറ്റ് തെളിയും. ഇതിപ്പോൾ പാനൽ ബ്ലാങ്ക് ആണ്, ഒന്നും എഴുതി വരുന്നില്ല, ബ്ലാങ്ക് ആയിട്ട് നിൽക്കുകയാണ്. വീഡിയോസ് ഒന്നുമില്ല, അതാണ് അതിൻ്റെ കംപ്ലൈൻറ്റ്. അപ്പോൾ നമ്മൾ അഴിച്ചിട്ട് നമുക്ക് ആ പാനലിൽ എന്നാ പറ്റിയതാണെന്ന് നമ്മൾ നോക്കാൻ പോവാണ്. അപ്പോൾ കോൺവെക്സ് 32, 40, 50, 60 എല്ലാത്തിൻ്റെ റിമോട്ട് നമ്മുടെ കയ്യിലുണ്ട്. നമുക്കതിൻ്റെ എല്ലാ പാർട്സും നമ്മുടെ മദർ ബോർഡ് നമ്മുടെ കയ്യിലുണ്ട്, എല്ലാം ഉണ്ട്. ആർക്കെങ്കിലും കോൺവെക്സിൻ്റെ എന്തെങ്കിലും പാർട്സ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്താൽ, അല്ലെങ്കിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് കൊറിയർ അയച്ചു തരാം. അപ്പോൾ നമ്മൾ സ്ക്രൂ എല്ലാം എടുത്തു. മോഡൽ നമ്പർ CL3299 GX ഇതാണ് സെറ്റ്. ഇത് നമ്മളെടുത്തു. ഇതെടുത്ത് സ്പീക്കർ നമ്മൾ ഊരി മാറ്റുന്നു. ഇത് ബോയുടെ പാനലാണ്. ഇതിനകത്തെ ബോയുടെ പാനലാണ് ഇരിക്കുന്നത്. നല്ല പാനലാണ്, വലിയ കുഴപ്പമില്ല. ഇതാണ് അതിൻ്റെ മദർ ബോർഡ്. ഈ കോൺവെക്സിൻ്റെ പാനൽ പോയതാണേ. ഈ പാനൽ സർവീസ് ചെയ്യാതെ ഞങ്ങൾ നോക്കി, സർവീസ് ചെയ്താതൊന്നും നിൽക്കത്തില്ല, പാനൽ പോയത്. അതുകൊണ്ട് അത് പാക്ക് ചെയ്ത് വെച്ചു. ഇനിയിപ്പോൾ പുതിയ പാനൽ നമ്മുടെ ഇപ്പോൾ സ്റ്റോക്കിരിപ്പില്ല. പാനൽ വന്നതിന് ശേഷം ഇത് പാനൽ മാറിക്കഴിഞ്ഞ് ഇതിൻ്റെ വർക്ക് കാണിച്ചു തരാം. അപ്പോൾ ഈ റിപ്പയർ ചെയ്ത് പാനൽ ഉപയോഗിക്കുന്നോ ലേസർ ചെയ്യുന്നതോ ഒന്നും ലാസ്റ്റ് ചെയ്യത്തില്ല. പുതിയതായിട്ട് മാറുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ഇതാണ് കോൺവെക്സ്.